ആകാശാൽ വായു, വായോർ അഗ്നി, അഗ്നി രാപ്പ, ആപ്പാൽ, ആപ്പെന്ന് പറഞ്ഞാൽ വെള്ളപ്പമല്ല, സംസ്കൃതത്തിൽ ആപ്പെന്ന് പറഞ്ഞാൽ ജലം. വെള്ളത്തിൽ നിന്ന് ഭൂമി വന്നു. ശ്രദ്ധിക്കണേ പറയുന്നത്. അപ്പൊ ആദ്യം വികാസം, അതിലുണ്ടാകുന്ന വൈബ്രേഷനാണ്, പ്രാണപ്രവർത്തനങ്ങളാണ്, ചലനമാണ് വായു എന്ന് പറയുന്നത്. വായുവിലുണ്ടാകുന്ന ഫ്രിക്ഷനാണ്, ഘർഷണമാണ്, ഏറ്റുമുട്ടലാണ് അഗ്നി. കാർമേഘങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ അഗ്നി നമ്മൾ കാണുന്നു. അവിടെ നിന്ന് പിന്നെയും കുറച്ചു നേരം ഹീറ്റായി കഴിഞ്ഞാൽ എന്തുണ്ടാവും? ഇപ്പം നമ്മുടെ ബോഡി തന്നെ ചൂടായി കഴിഞ്ഞാൽ ശരീരത്തിൽ നിന്ന് വിയർപ്പ് വരാൻ തുടങ്ങും. അങ്ങനെ വെള്ളം വന്നു. ആ വെള്ളമാണ് ലിക്വിഡായാണ് പിന്നീട് ഘനീഭവിച്ച് സോളിഡ് ആവുന്നത്. അത് നമ്മൾ ഗർഭപാത്രത്തിലേക്ക് നോക്കിയാൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. നോക്കിക്കഴിഞ്ഞാൽ അമ്മയുടെ ഗർഭപാത്രത്തിലേക്ക് വരുന്ന ബീജവും അണ്ടവും അത് വെള്ളമാണ്. പിന്നീട് ഘനീഭവിച്ചിട്ടാണ് എന്തുണ്ടാവുന്നത്? സോളിഡ് ആയിരിക്കുന്നൊരു ശരീരമുണ്ടായിരിക്കുന്നത് ആണല്ലോ. ഇങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ പ്രപഞ്ചം വികസിച്ചത് ആകാശം, വായു, അഗ്നി, ജലം, പൃഥിവി. നമ്മുടെ പൂർവികന്മാരുണ്ടല്ലോ, വളരെ സയന്റിഫിക് ആയിരുന്നു അവര്. അതുകൊണ്ട് ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ ആദ്യം അവർ ചെയ്യുന്നത് ആ ശരീരത്തെ നിലത്ത് കടത്തും. പണ്ടുകാലത്ത് പരിപൂർണ നഗ്നനായിട്ട് തന്നെ നിലത്ത് കടത്തും. എല്ലാ വസ്ത്രങ്ങളും അവരുടെ ശരീരത്തിൽ നിന്ന് മാറ്റും. എന്നിട്ടൊരു കോടി കൊണ്ട് പുതപ്പിച്ച് കളയും. എന്തിനാണത്ര ഈ ശരീരം നിലത്ത് കടത്തുന്നത്? കാരണം ഈ ശരീരം വന്നിരിക്കുന്നത് ഭൂമിയിൽ നിന്നുള്ള ആഹാരാദികൾ കഴിച്ചിട്ടാണ്. ഇപ്പോൾ ഇതിനെ ഭൂമിയിലേക്ക് സമർപ്പിക്കുന്നു. അത് കഴിഞ്ഞാൽ അടുത്ത ചടങ്ങ് എന്താണെന്നറിയോ? ആ ശരീരത്തെ കുളിപ്പിക്കുന്നു. എന്തിനാണത്രേ ശരീരം കുളിപ്പിക്കുന്നത്? ഈ ശരീരം കടപ്പെട്ടിരിക്കുന്നത് വെള്ളത്തോടാണ്. ഇതിൽ 80% വെള്ളമാണുള്ളത്. ഈ ശരീരത്തെ ആർക്ക് സമർപ്പിക്കുന്നു? വെള്ളത്തിലേക്ക് സമർപ്പിക്കുന്നു. പിന്നീട് അത് കഴിഞ്ഞാൽ ഈ ശരീരത്തെ കൊണ്ടുവയ്ക്കുന്നു അഗ്നിയിലേക്ക്. അതെന്തിനാണത്? ഈ ശരീരത്തെ നിലനിർത്തിയത്, കഴിച്ച ഭക്ഷണം ദഹിപ്പിച്ച് അതിനെ രക്തമായി സെല്ലുകളാക്കി മാറ്റിയതൊക്കെ അഗ്നി ഭഗവാനാണ്. അഗ്നിയിലേക്ക് സമർപ്പിക്കുന്നു. പിന്നീട് ഇത് വായുവായി, പിന്നീടത് ആകാശമായി. എവിടെ നിന്ന് വന്നുവോ അതിലേക്ക് തിരിച്ചയച്ചു. അപ്പൊ ഈ പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരവും എന്ത് തന്നെയാണ്? എന്ത് തന്നെയാണ്? പ്രപഞ്ചം അല്ലേ? ഈ ശരീരവും പ്രപഞ്ചം തന്നെയാണ്. എന്നാൽ ഈ ശരീരത്തിൽ ആകാശം, വായു, എങ്ങനെയാണ് അതിന്റെ സീക്വൻസ്? ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി. ഇതാണ് ഇങ്ങനെ തന്നെ പറയണേ അതിന്റെ സീക്വൻസ്. അവിടുന്ന് ഇവിടുന്ന് തെറ്റരുത്. കാരണം ഒന്നിൽ നിന്ന് മറ്റൊന്ന്, ഒന്നിൽ നിന്ന് മറ്റൊന്ന്, ഒന്നിൽ നിന്ന് മറ്റൊന്ന്. ആദ്യം വികാസം, വികാസത്തിലുള്ള സ്പന്ദനം, പ്രാണപ്രന്ദനം, സ്പന്ദനം, വായു. ആ വായു ഘർഷണമുണ്ടാകുമ്പോൾ അഗ്നി, അഗ്നിയിൽ നിന്നും ലിക്വിഡ്, ലിക്വിഡിൽ നിന്നും ഭൂമി. നമ്മുടെ സ്വന്തം ശരീരം എടുത്ത് നോക്കിയാൽ മതി. ഒരു വികാരം, കാമം എന്ന വികാരം വരുന്നു, കർമ്മം ശരീരത്തിൽ ഉണ്ടാകുന്നു. ആ കർമ്മത്തിൽ നിന്ന് രക്തം ചൂടാവുന്നു, അഗ്നി ഉണ്ടാവുന്നു, അഗ്നിയിൽ നിന്ന് ബീജമുണ്ടാവുന്നു, ബീജത്തിൽ നിന്നും രൂപം, സോളിഡായിട്ടൊരു രൂപം ഉണ്ടാവുന്നു. ഇല്ലേ? മനസ്സിലാവുന്നുണ്ടല്ലോ അത്? ഇങ്ങനെ നമ്മുടെ ശരീരത്തിൽ പഞ്ചഭൂതങ്ങളെ കൊണ്ട് ഈ രൂപമുണ്ടായെങ്കിൽ ഇത് നിലനിർത്തിയതും പഞ്ചഭൂതങ്ങളാണ്, ഇത് തിരിച്ചു കൊണ്ടുപോകുന്നതും പഞ്ചഭൂതത്തിലേക്കാണ്. എന്നാൽ അവിടെ നിൽക്കട്ടെ, മുഴുവനായില്ല. ഇതിപ്പോ നമ്മൾ സോളിഡായിട്ടുള്ള സ്ഥൂലമായിട്ടുള്ള സാധനങ്ങളെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് മാത്രമല്ല നമുക്കുള്ളത്. ഇനി നമുക്കെന്തുണ്ട്? ഈ ലോകത്തെ അനുഭവിക്കാനുള്ള ഇന്ദ്രിയങ്ങളുണ്ട്. ഇന്ദ്രിയങ്ങളുണ്ട്. ഏതൊക്കെ തരത്തിലുള്ള ഇന്ദ്രിയങ്ങളുണ്ട്? അത്രേ 2 സെറ്റ് ഓഫ് ഇന്ദ്രിയങ്ങളുണ്ട്. അതേതൊക്കെയാണ്? ഒന്ന് ലോകത്തിലുള്ള അനുഭവങ്ങളെ അനുഭവിക്കാനുള്ള ഇന്ദ്രിയങ്ങളുമുണ്ട്. ഈ ലോകത്തോട്, ചുറ്റുപാടിനോട് പ്രതികരിക്കാനുള്ള ഇന്ദ്രിയങ്ങളുണ്ട്. അനുഭവങ്ങൾ അനുഭവിക്കാനുള്ള ഇന്ദ്രിയത്തെ ജ്ഞാനേന്ദ്രിയമെന്നും പ്രതികരിക്കാനുള്ള ഇന്ദ്രിയത്തെ കർമ്മേന്ദ്രിയമെന്നും പറയുന്നു. സ്വാമി ഒന്നുകൂടി മനസ്സിലാക്കി തരൂ. അതായത് നമ്മൾ പ്രകൃതിയിലേക്ക് നോക്കിയാൽ 5 അനുഭവങ്ങൾ നമുക്ക് കാണാം. പ്രകൃതിയിൽ ശബ്ദമുണ്ട്. പ്രകൃതിയിൽ വായുവിൻ്റെ ചലനമുണ്ടാകുമ്പോൾ, നിങ്ങളുടെ ശരീരത്തിൽ കാറ്റ് തട്ടുമ്പോൾ സ്പർശം എന്നൊരു അനുഭവം നിങ്ങൾക്കുണ്ട്. അതുപോലെ തന്നെ നമ്മൾ രൂപങ്ങളെ കാണുന്നു, രൂപം എന്നുള്ളൊരു അനുഭവമുണ്ട്. നമുക്ക് ടേസ്റ്റ് എന്നുള്ളൊരു അനുഭവമുണ്ട്. ഉണ്ടോ? വാസന, ഗന്ധങ്ങൾ നമുക്കുണ്ട്, ഉണ്ടല്ലോ.
പ്രകൃതിയിൽ. അപ്പൊ ഇതൊക്കെ അനുഭവിക്കാനോ ഇന്ദ്രിയങ്ങളെ തരണം. ഏതൊക്കെ ഇന്ദ്രിയങ്ങളെ തന്നു? ശബ്ദം അനുഭവിക്കാൻ ചെവിയെ തന്നു. എന്നാൽ ചെവിയല്ല കേട്ടോ ശബ്ദം കേൾക്കണത്. ഇനി അതും വിചാരിച്ച് നിങ്ങൾ ഇരിക്കരുത്. എന്നാ അങ്ങനെയാണെങ്കിൽ പൊട്ടന്മാർക്കും ചെവി ഉണ്ടാവില്ലേ? അവരെന്താ കേൾക്കാത്തത്? അതിൻ്റെ ഉള്ളിൽ ഒരു ഇന്ദ്രിയം വേണം. ആ ഇന്ദ്രിയത്തിൻ്റെ പേരാണ് ശ്രവണേന്ദ്രിയം. അതൊരു സോഫ്റ്റ്വെയർ ആണ്, ഭഗവാൻ ലോഡ് ചെയ്ത് വെച്ചതാണ്. അത് നമുക്ക് മാറ്റാൻ പറ്റില്ല. അത് കേടുവരുത്താൻ പറ്റും. ശ്രവണേന്ദ്രിയം. അപ്പം ശബ്ദം കേൾക്കാൻ തൽക്കാലം കാതെന്ന് കൊടുത്തോളൂ. നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പറയാം. നമുക്ക് കാത് വേണം. സ്പർശം അനുഭവിക്കാനോ ശരീരം മുഴുവൻ ത്വക്കിന്ദ്രിയമുണ്ട്. ത്വക്ക് എന്ന് പറഞ്ഞാൽ കക്ഷ നല്ല അർത്ഥം, ഇങ്ങനെ അർത്ഥം എടുക്കരുത്. ത്വക്ക് എന്ന് പറഞ്ഞാൽ സ്പർശം അനുഭവിപ്പിച്ചു തരുന്നത്. മൂന്നാമത്തത് രൂപം കാണണം. ആര് വേണം? കണ്ണ് വേണം. രസം അനുഭവിക്കണം. നാവ് വേണം. വാസന അറിയണം. മൂക്ക് വേണം. ഇതൊക്കെ ഉണ്ടല്ലോ എല്ലാവർക്കും. അപ്പം ശബ്ദസ്പർശ രൂപ രസ ഗന്ധം എന്ന് പറയും. ഇതിനെ അനുഭവിക്കാൻ നമുക്ക് കാതുകളും ത്വക്കും കണ്ണും നാക്കും മൂക്കും തന്നു. ഇനി നമുക്ക് പ്രതികരിക്കാൻ എത്രണ്ണം വേണം? 5 ഇന്ദ്രിയങ്ങൾ അതും തന്നിട്ടുണ്ട്. അതേതൊക്കെയാണ്? ഒരു വസ്തുവിനെ എടുക്കണമെങ്കിൽ, ഈ ശരീരത്തിൽ വല്ലതും കഴിക്കണം എന്നുണ്ടെങ്കിൽ, ദാഹിച്ചാൽ വെള്ളം കുടിക്കണം, വല്ലതൊക്കെ അനുഭവിക്കണമെങ്കിൽ, എടുക്കണമെങ്കിൽ ഏത് വേണം? കൈകൾ വേണം. അത് കഴിഞ്ഞ് ചലിക്കണമെങ്കിൽ കാല് വേണം. ശബ്ദമുണ്ടാക്കണമെങ്കിൽ വോക്കൽ കോഡ് എന്ന് പറയും. അതെന്ത് പറയും? ശബ്ദേന്ദ്രിയം എന്ന് പറയും. അങ്ങനെ സാധനം എല്ലാവർക്കും ഉണ്ട്. അത് കഴിഞ്ഞ് ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന വെള്ളവും മലവും ഒക്കെ അതവിടെ കെട്ടിക്കിടന്ന ശരീരത്തിന് അപകടമാണ്. അതെല്ലാം പുറത്തേക്ക് തള്ളണം. അപ്പോൾ ഒരു വശത്ത് മൂത്രമൊഴിക്കാനുള്ള ഒരു ഇന്ദ്രിയം ജനനേന്ദ്രിയവും, മറുവശത്ത് മലത്തെ തള്ളാനുള്ള ഗുദവും ഒരു ഇന്ദ്രിയം. അപ്പം എത്രണ്ണായി? 5 കർമ്മേന്ദ്രിയങ്ങൾ. കൈകൾ, കാലുകൾ, ശബ്ദം, മലമൂത്ര ഇന്ദ്രിയങ്ങൾ. ഇങ്ങനെ മൊത്തം എത്ര ഉണ്ട്? ഈ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ ശരീരത്തിൽ. ഇനി ഇത് മാത്രം മതിയോ നിങ്ങൾക്ക്? മതിയോ? പോരാ. ഇനി എന്ത് വേണം? മനസ്സ് വേണ്ടേ? ബുദ്ധി വേണ്ടേ? ചിത്തം വേണ്ടേ? ഇതിലെല്ലാം അഭിമാനിക്കുന്ന ഒരു അഹങ്കാരം ഇതുണ്ടല്ലോ. മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം, ഇങ്ങനെയൊക്കെ ഉണ്ട്. ഇനി ഇത്രയുള്ളൂ നിങ്ങളുടെ ശരീരത്തിൽ? ആണോ? മനസ്സ് ഉണരണമെങ്കിൽ, ബുദ്ധി ചിന്തിക്കണമെങ്കിൽ, ചിത്തം ഓർക്കണമെങ്കിൽ, നിങ്ങൾക്ക് ഞാനെന്നൊരു അഭിമാനം കാണിക്കണമെങ്കിൽ, ഇതെന്റെയാണെന്ന് പറയണമെങ്കിൽ ആര് വേണം? ഉള്ളിൽ നിറഞ്ഞിരിക്കുന്നൊരു ചൈതന്യം വേണം. അപ്പൊ ഇത്രയും സാധനങ്ങൾ എവിടെയുണ്ട്? നമ്മളിൽ ഓരോരുത്തരിലുമുണ്ട്. ആ ഒരു ചൈതന്യത്തിലേക്കാണ് അവസാനം നമ്മൾ എത്തുന്നതെങ്കിൽ വാസ്തവത്തിൽ ഇതെല്ലാം വന്നിരിക്കുന്നത് എവിടെ നിന്നായിരിക്കണം? ഇതിന്റെ ഉറവിടം എന്ന് പറയുന്നത് എന്തായിരിക്കണം? ചൈതന്യം തന്നെയാണ്. ചൈതന്യമില്ലെങ്കിൽ ഇതൊന്നും ഇല്ല. ഇനി നിങ്ങളൊന്ന് വാസ്തവായിട്ട് ചിന്തിച്ചു നോക്കൂ. ഇവിടെ ജീവിച്ചിരിക്കുന്ന വ്യക്തികളിൽ ഒന്നും ചൈതന്യമില്ല. എല്ലാവരും മരിച്ചു എന്ന് വിചാരിക്കുക. ഈ ലോകത്തിൽ വല്ലതും ഉണ്ടാവുമോ? ഈ സൂര്യനും നക്ഷത്രങ്ങളും ചന്ദ്രനും അല്ലാതെ മറ്റെന്തെങ്കിലും ഉണ്ടാവുമോ? ഉണ്ടാവുമോ? ഇല്ല. അപ്പൊ ഇതൊക്കെ ഇവിടെ ഉണ്ടെങ്കിൽ, ഇതിനൊക്കെ നിലനിൽപ്പ് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ചൈതന്യമാണ്. വളരെ ശ്രദ്ധിക്കണേ. ആ ചൈതന്യത്തിൽ നിന്നാണ് ഇതൊക്കെ വന്നതെങ്കിൽ ഈ വന്നിരിക്കുന്നതൊക്കെ ചെറുതും ചൈതന്യം ഏറ്റവും വലുതുമായിരിക്കണം. എല്ലാവരിലും നിറഞ്ഞിരിക്കുന്ന ചൈതന്യം തന്നെയായിരിക്കണം ഏറ്റവും വലുത്. അതുകൊണ്ട് ഉപനിഷത്ത് പറഞ്ഞു, പുരുഷ ഏവേദം സർവം, എല്ലാറ്റിലുമുള്ളത് പുരുഷൻ തന്നെയാണ്. നാരായണ സർവമിതി, ഇതിലെല്ലാം ആര് തന്നെയാണ്? നാരായണൻ തന്നെയാണ്. യാതൊരു സംശയവുമില്ല. നാരായണൻ ഇല്ലെങ്കിൽ ഒന്നുമില്ല. അപ്പൊ നാരായണന്റെ പൊക്കിളിൽ നിന്നാണ് താമരപ്പൂ വന്നിരിക്കുന്നതെങ്കിൽ, ആ താമരയിലാണ് ബ്രഹ്മാവിരിക്കുന്നതെങ്കിൽ, എല്ലാത്തിൻ്റെയും പിന്നിൽ ഇരിക്കുന്നത് നാരായണൻ തന്നെയാണ്. സർവശക്തിയുള്ള നാരായണൻ തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ശ്രദ്ധിക്കണേ പറയുന്നത്, നമ്മളുടെ കൂടെ എപ്പോഴും എൻ്റെ ഭർത്താവ്, എൻ്റെ ഭാര്യ, എൻ്റെ മകൻ, എൻ്റെ വീട്, ഇതാണോ നമ്മുടെ കൂടെയുള്ളത്? എനിക്ക് എൻ്റെ എന്ന് പോലും പറയാൻ ശക്തി തരുന്ന, ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ഭഗവാനാണോ കൂടെയുള്ളത്? ആണോ? പക്ഷെ നമ്മൾ എത്ര അവിവേകികളാണ് നോക്കൂ. നമ്മൾ കൂടുതൽ ചിന്തിക്കുന്നത് എൻ്റെ എന്ന് പറയുന്നത് ഇവിടെ സൃഷ്ടിക്കപ്പെട്ട രൂപങ്ങളെയാണെങ്കിൽ അത് എൻ്റെ എന്ന് പോലും പറയണമെങ്കിൽ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്നൊരു ഭഗവാൻ വേണം.
ആ ഭഗവാനെ നമ്മൾ എൻ്റേതായി കാണുന്നില്ല, ബാക്കിയൊക്കെ നമ്മൾ എൻ്റേതായി കാണുന്നു. അങ്ങനെ ചിന്തിക്കുന്ന മനസ്സിനെയാണ് നെഗറ്റീവ് മനസ്സ് എന്ന് പറയുന്നത്. ഏത് മനസ്സാണ് നെഗറ്റീവ്? ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ഒരു ഭഗവാൻ, എൻ്റേതായിരിക്കുന്ന ഭഗവാൻ, എന്നെ ഞാനാക്കി തീർത്തിരിക്കുന്ന ഭഗവാൻ, എന്നെ നിലനിർത്തുന്ന ഒരു ഭഗവാൻ, ആ ഭഗവാനെ വിട്ടുകൊണ്ട് ഞാൻ എൻ്റെ കാമം കൊണ്ട്, എൻ്റെ കർമ്മം കൊണ്ട്, മറ്റൊരാളുടെ ശക്തി കൊണ്ട് സൃഷ്ടിച്ചിരിക്കുന്നതെല്ലാം എൻ്റെ എന്ന് പറയുമ്പോൾ പരിപൂർണമായ ആണോ അത്? എൻ്റെ ആണെന്ന് എനിക്ക് ധൈര്യമായിട്ട് പറയാൻ പറ്റില്ല. ഉദാഹരണത്തിന്, ശരീരത്തിൽ കാമം വന്നാലും ബ്ലഡ് ഒരു ശക്തിയുള്ള ബീജമായി തീർക്കാൻ എനിക്ക് കഴിവുണ്ടോ? എത്രയോ ആളുകൾ കുട്ടികളില്ലാതെ കഷ്ടപ്പെടുന്നില്ലേ? ഇല്ലേ? ഇനി ഗർഭപാത്രത്തിലേക്ക് വീണാലും ഏത് കുട്ടി വേണം നിശ്ചയിക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്ക് തന്നിട്ടുണ്ടോ? ഉണ്ടോ? ഇനി ആ കുട്ടിയുടെ സ്വഭാവം മുഴുവൻ നിശ്ചയിക്കാനുള്ള കഴിവ് എനിക്ക് തന്നിട്ടുണ്ടോ? ഉണ്ടോ? ആ ഗർഭപാത്രത്തിൽ വളരുന്നത് എൻ്റെ കഴിവ് കൊണ്ടാണോ? അല്ല. ഇതിലൊന്നും എനിക്ക് സ്വാതന്ത്ര്യമില്ല. എന്നിട്ടും ഞാൻ പറയുന്നു ഇതെന്റെയാണെന്ന്. ഇതുപോലെ ഞാനൊരു വീട് വെക്കുന്നു, ആ വീട് വെച്ചുകൊണ്ട് ഞാൻ പറയുന്നു ആ കെട്ടിയിരിക്കുന്ന സാധനങ്ങളൊക്കെ പ്രകൃതിയിലത്തെയാണ്, അല്ലേ? ഞാനത് എൻ്റെ കഴിവും എൻ്റെ അറിവും എൻ്റെ സമ്പത്തും ഉപയോഗിച്ച് കെട്ടിയെന്ന് മാത്രം. എന്നിട്ട് ഞാൻ പറയുന്നു ഈ വീട് എൻ്റെയാണ്. വാസ്തവത്തിൽ വീടല്ല നിങ്ങളെ കുഴപ്പത്തിലാക്കുന്നത്, മക്കളല്ല നിങ്ങളെ കുഴപ്പത്തിലാക്കുന്നത്, ഒരു ഭാര്യയും ഒരു ഭർത്താവിനെ കുഴപ്പത്തിലാക്കുന്നില്ല, ഒരു ഭർത്താവ് ഒരു ഭാര്യയും കുഴപ്പത്തിലാക്കുന്നില്ല. കുഴപ്പങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് നമ്മുടെ മനസ്സാണ്. അതുകൊണ്ട് നമ്മുടെ മനസ്സിനെ അതിൽ നിന്ന് മാറ്റേണ്ടതും നമ്മൾ തന്നെ. ഒരു ചിന്ത നമുക്ക് കുഴപ്പമുണ്ടാക്കുന്നു, മറ്റൊരു ചിന്ത കൊണ്ട് നമ്മൾ അതിൽ നിന്നും മാറുക തന്നെ വേണം. ഇതല്ലേ വഴി? അപ്പം അതുകൊണ്ട് നമ്മൾ മനസ്സിൽ ഉറപ്പിക്കണം, ഇതൊന്നും എൻ്റെ അല്ല. മറ്റുള്ളവരോട് പറയുകയൊന്നും വേണ്ട, അല്ലെങ്കിൽ ഇത് അപകടമല്ലേ. ഇതൊക്കെ ആരുടെയാണ്? എൻ്റെ അല്ലെങ്കിൽ പിന്നെ നാട്ടുകാരുടെ അല്ലല്ലോ, പിന്നെ ആരുടെയാണ്? അതൊക്കെ ഭഗവാന്റെയാണ്. അപ്പം ഞാൻ ആരുടെയാണ്? ഞാനും ഭഗവാന്റെയാണ്. അപ്പം നമ്മൾ ഉറപ്പിക്കേണ്ട ഒരു കാര്യം, ഇതൊന്നും എൻ്റെ അല്ല എന്നൊന്നും ഉറപ്പിക്കേണ്ട നിങ്ങൾ. അതൊക്കെ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഒരു കാര്യം ഉറപ്പിച്ചാൽ മതി, ഞാൻ ഭഗവാന്റെയാണ്, എനിക്ക് ഭഗവാനെ ഉള്ളൂ, അത് ഉറപ്പിച്ചാൽ മതി. അതല്ലേ ശരി? മറ്റതൊന്നും ഇപ്പം എൻ്റെ അല്ല, എൻ്റെ ആണെന്നൊന്നും പറയാൻ പോകണ്ട, അതെന്തോ ആവട്ടെ. പക്ഷേ എൻ്റെ എന്ന് പറയുന്നത്, ഞാൻ വന്നിരിക്കുന്നതും ഭഗവാനിൽ നിന്നാണ്, എനിക്ക് തിരിച്ചു പോവേണ്ടതും ഭഗവാനിലേക്കാണ്. എൻ്റേതെന്ന് പറയാൻ ആരേ ഉള്ളൂ? ഭഗവാനെ ഉള്ളൂ. ഇതാണ് സത്യം. അതെങ്ങനെ മനസ്സിലായി? കാരണം ഈ മനസ്സ് ഈ ശരീരത്തിൽ നിലനിർത്തുന്നത് എൻ്റെ ഭാര്യയോ എൻ്റെ മക്കളോ എൻ്റെ വീട്ടുകാരോ ആരുമല്ല. എൻ്റെ ശരീരത്തിൽ ഈ മനസ്സ് നിലനിൽക്കാൻ കാരണം ഉള്ളിൽ നിറഞ്ഞിരിക്കുന്നൊരു ഭഗവാൻ തന്നെയാണെങ്കിൽ എൻ്റേതെന്ന് പറയാൻ ആരേ ഉള്ളൂ? ഭഗവാനേ ഉള്ളൂ. അപ്പൊ ഈ സൃഷ്ടിയുടെ പ്രയോജനം എന്തിനാണ് ഇതൊക്കെ വെച്ചിരിക്കുന്നത്? ഇത് വച്ചിരിക്കുന്നത് 3 കാര്യങ്ങൾക്കാണ്. സൃഷ്ടി, നമ്മുടെ ഋഷീശ്വരന്മാരെ പറയുന്നത് 3 കാര്യം. ഒന്നാമത്തത്, ഈ ശരീരത്തെ നിലനിർത്താൻ ആഹാരാദികൾ വേണം, അതുകൊണ്ട് ഭോഗം വേണം. ഭോഗം എന്ന് പറഞ്ഞാൽ അർത്ഥം ഭുജിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം ഇതിനെ നിലനിർത്തുക എന്നർത്ഥം. നിലനിർത്തണം ഇതിനെ. അതിന് നമുക്ക് ആഹാരാദികൾ വേണം, വസ്ത്രം വേണം, ഇതൊക്കെ ഇവിടുന്ന് എടുക്കുക തന്നെ വേണം. അത്രയും ഇതിന് വേണ്ടോ? ഇതിനെ ഭോഗം എന്ന് പറയും. ഇനി രണ്ടാമത്, ഈ ശരീരം കൊണ്ട് നമുക്കുള്ള പ്രയോജനം, ഈ ലോകം കൊണ്ടുള്ള പ്രയോജനം എന്ന് പറയുന്നത് നമ്മൾ എടുക്കാൻ മാത്രം പഠിച്ചാൽ പോരാ, ഇതിനെ പങ്കുവെക്കാനും കൂടി പഠിക്കണം. പ്രകൃതി എന്ന് പറയുന്നത് എടുക്കുകയും പങ്കുവെക്കുകയുമാണ്. ഒന്നും വേണ്ട, നിങ്ങൾ പ്രകൃതിയിലേക്ക് നോക്കൂ. നാം ഹൈഡ്രജൻ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് വിടുന്നു, ചെടികൾ അതിനെ വലിച്ചെടുക്കുന്നു, അവരെടുക്കുന്നു, അവർ നമുക്ക് വേണ്ടത് തരുന്നു, ഓക്സിജൻ തരുന്നു, അല്ലേ? ഇങ്ങനെ എവിടെ നോക്കിക്കഴിഞ്ഞാലും എടുക്കുകയും കൊടുക്കുകയുമാണ് പ്രകൃതി. അപ്പൊ ഒന്നാമത് വേണ്ടത് എടുക്കണം, രണ്ടാമത് പങ്കുവെക്കണം, മൂന്നാമത്തത് നമ്മുടെ ഈ ശരീരം കൊണ്ടുള്ള പ്രയോജനം എന്ന് പറയുന്നത് ഭോഗത്തിന് മാത്രമല്ല, ഇത് നമുക്ക് തന്നിരിക്കുന്നത് യോഗത്തിനും കൂടി വേണ്ടിയിട്ടാണ്. യോഗം എന്ന് പറഞ്ഞാൽ ഈ ശരീരം കൊണ്ട് വേണം ഈ ശരീരത്തോട് ഒട്ടിപ്പിടിച്ചിരിക്കുന്ന മനസ്സിനെ ഈ ശരീരത്തിനും മനസ്സിനും അതീതമായിരിക്കുന്ന ആരിലേക്ക് ഉയർത്താൻ? ഭഗവാനിലേക്ക് ഉയർത്താൻ. അപ്പൊ ഭോഗവും ശരീരം കൊണ്ട് സാധിക്കും, യോഗവും സാധിക്കും. അതുകൊണ്ട് ഭാരതീയ ഋഷീശ്വരന്മാര് ഭോഗത്തിനും പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്, യോഗത്തിനും പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. പണ്ട് കാലത്ത് യാഗങ്ങൾ ചെയ്യുമായിരുന്നു. കുട്ടികളില്ലെങ്കിൽ പുത്രകാമേഷ്ടി ഭോഗമാണ്. സമ്പത്തിനും സമൃദ്ധിക്കും വേണ്ടി യാഗങ്ങൾ ചെയ്തിരുന്നു, മഴയ്ക്ക് വേണ്ടി യാഗങ്ങൾ ചെയ്തിരുന്നു. ഉണ്ടോ? ഉണ്ടോ? ഭാരതത്തിൽ നടന്നിരുന്നു. ഭോഗത്തിന് വേണ്ടിയിട്ടാണ്. സുഖസമൃദ്ധമായിരിക്കുന്ന ആഹാരാദികൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്, ഇല്ലേ?
നമ്മളെപ്പോലെ ഇത്രയും വിഭവങ്ങളുള്ള സദ്യ ലോകത്തിലുണ്ടോ എന്ന് എനിക്കറിയില്ല. 50-56 വിഭവങ്ങളുള്ള സദ്യ ഭാരതത്തിലേ ഉള്ളൂ. എന്തെല്ലാം വിഭവങ്ങൾ! അപ്പൊ ഈ ഭോഗങ്ങളൊക്കെ വന്നിരിക്കുന്നത് നമ്മുടെ പൂർവികന്മാരെ കണ്ടെത്തിയതാണല്ലോ. അപ്പൊ ഈ ഭോഗങ്ങളൊക്കെ അവർക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. പിന്നീട് അവര് ഇതിനെല്ലാം തട്ടിക്കൊണ്ട് ത്യാഗം ചെയ്തുകൊണ്ട് ശരീരത്തെ അവര് യോഗത്തിലേക്ക് ഉയർത്തിയിട്ടുണ്ട്. എന്തിനാ ഋഷീശ്വരന്മാരത് എഴുതി വെച്ചിരിക്കുന്നത്? കാരണം നമ്മളൊക്കെ ആഫ്റ്റർ ഓൾ ദ പ്രൊഡക്റ്റ് ഓഫ് കാമമാണ്. ഒരച്ഛൻ്റെയും അമ്മയുടെയും മനസ്സിൽ തോന്നിയ ഒരു ലൈംഗിക വികാരത്തിൽ നിന്നാണ് ഓരോ ശരീരങ്ങളും ഉണ്ടാകുന്നതെങ്കിൽ ഓരോ ശരീരത്തിലും അത്തരത്തിലുള്ള വികാരങ്ങൾ ഉണ്ടാവണം. അതിനോട് താല്പര്യങ്ങൾ കൂടി വരണം. അതാണല്ലോ നമ്മളിന്ന് സമൂഹത്തിൽ പത്രത്തിൽ ദിവസവും വായിക്കുന്നത്. പക്ഷേ ഭൂരിപക്ഷം ആളുകളും അതിലങ്ങോട്ട് ഒതുങ്ങി നിന്ന് കളയാണ്. അതിനപ്പുറത്തേക്ക് അവർക്ക് ഉയർത്താൻ അവർക്ക് സാധിക്കുന്നില്ല. അപ്പൊ നമ്മുടെ ഋഷീശ്വരന്മാര് പറയണു, ഭോഗവും വേണം, യോഗവും വേണം. അപ്പൊ ഭോഗത്തിൽ ആദ്യം നിങ്ങൾ ഭോഗത്തിൽ മനസ്സ് വെക്കൂ, തീർച്ചയായിട്ടും. പക്ഷെ ഭോഗത്തിൽ മനസ്സ് വെക്കുമ്പോഴും വിവേകം കൊണ്ട് തിരിച്ചറിയൂ, ഇതിന് ഇത്രയേ തരാൻ സാധിക്കുകയുള്ളൂ. ക്ലിയർ ആവുന്നുണ്ടോ പറയുന്നത്? ഇങ്ങനെ നമ്മൾ സൃഷ്ടിക്ക് പ്രയോജനം ചെയ്തിരിക്കുന്നത് ഇത് ഭോഗം വേണം, ഇത് യോഗം ചെയ്യണം. അപ്പൊ ഇതിനെ പങ്കുവെക്കണം, ഒരു ദിവസം ഇതിനെ ഉപേക്ഷിക്കണം, മനസ്സുകൊണ്ട് ഉപേക്ഷിക്കണം. ഈശാവാസ്യ ഉപനിഷത്ത് പറയും, ഈശാവാസ്യമിതം സർവം യത്കിഞ്ച ജഗത്യാം ജഗൽ തേന തെക്തേന ഭുഞ്ജീത മാ കൃത കസ്യ സിദ്ധനം തേന തെക്തേന ഭുഞ്ജീത. ആദ്യം ഇതൊക്കെ ഭുജിച്ച് പിന്നീട് മനസ്സുകൊണ്ട് ഇതിനെയൊക്കെ ത്യജിച്ചുകൊണ്ട്. ഈ ഇന്ത്യൻ മനസ്സിനെന്താ പറ്റുന്നത്? നമ്മുടെ ഭാരതീയ സംസ്കാരത്തിനുണ്ടല്ലോ ഒരു വലിയ വീഴ്ച പറ്റണത് എന്താ വെച്ചാൽ, പലരും കുട്ടിക്കാലത്തെ വികാരങ്ങൾ കെട്ടിവെച്ച് അത് മനസ്സിൽ വെച്ച് അത് വേണ്ട വിധത്തിൽ അനുഭവിക്കില്ല. പിന്നീട് അത് വയസ്സാകുമ്പോഴും അത് തന്നെ ഏറ്റിക്കൊണ്ട് നടക്കും. അവർക്കതുകൊണ്ട് ഇതിൽ നിന്ന് ഒരിക്കലും ഉയരാൻ സാധിക്കില്ല. ശങ്കരാചാര്യസ്വാമികൾ കളിയാക്കിക്കൊണ്ട് പറയും, അംഗം ഗലിതം ഗലിതം ച തുണ്ടം ദശനവിഹീനം ജാതം തുണ്ടം വൃദ്ധോ യാതി ഗൃഹീത്വാ